എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഭവം തന്നെയാണ് ഇറച്ചിച്ചോറ്. മലബാർ റീജിയനിലാണ് ഇത് കൂടുതൽ ഫേമസ് ആയിട്ടുള്ളത്. അതിനുവേണ്ടി നമുക്ക് രണ്ടുമൂന്ന് രീതിയിൽ നമുക്ക് ഇറച്ചിച്ചോറ് ഉണ്ടാക്കാം. ഇപ്പം നമുക്ക് ഇറച്ചി വേവിക്കാനായിട്ട് ആദ്യം തന്നെ ഒരു കുക്കർ എടുക്കുക, അതിലേക്ക് കുറച്ച് ഓയിൽ, അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് സൺഫ്ലവറോ വെളിച്ചെണ്ണയോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നീട് അതിലേക്ക് നമ്മുടെ സവോള ചെറുതായിട്ട് അരിഞ്ഞതിടുക. എരിഞ്ഞതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ഇടുക, നല്ലപോലെ ഒന്ന് വഴറ്റിയിടുക. ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ വഴറ്റുന്നതാണെങ്കിൽ ടേസ്റ്റും കൂടിയിരിക്കും. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലാണ്. ഇച്ചിരി നല്ല രീതിയിൽ വഴറ്റിയാൽ അതിൻ്റെ സ്വാദ് കൂടിയിരിക്കുന്നതായിരിക്കും. അത് ഒരു സൈഡിൽ നമ്മൾ ചെയ്യുക. സോ ഇറച്ചിച്ചോറ് നമുക്ക് പല രീതിയിൽ ചെയ്യാമെന്ന് ഞാൻ ഉദ്ദേശിച്ചതിൻ്റെ കാരണം, either നമ്മൾ ഈ കുക്കറിൽ തന്നെ വേണമെങ്കിൽ റൈസ് വിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഒരു വേള ആളുകൾ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഇറച്ചി ഒന്ന് ഇതിൽ വേവിച്ചെടുത്തതിന് ശേഷം റൈസിൻ്റെ പരിപാടി നമുക്ക് വേറെ പാത്രത്തിലോട്ടാക്കി അതിനനുസരിച്ച് നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഞാൻ പിന്നീട് ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ കൂടെ തന്നെ ഞാൻ പച്ചമുളക് ചതച്ചതും കൂടി ഇടുന്നുണ്ട്. ഞാനിതൊരു 5 പേർക്കുള്ള രീതിയിലുള്ള ഇറച്ചിച്ചോറാണ് ഉണ്ടാക്കുന്നത്. സവാള ഒരു 3 ഇട്ടിട്ടുണ്ടായിരുന്നു. ഇഞ്ചി വെളുത്തുള്ളി ഒരു 2 സ്പൂണ് പ്ലസ് പച്ചമുളകാണ് ഇതിന് കുറച്ച് എരി കൊടുക്കുന്ന ഒരു സംഭവം. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്. കാര്യം ഞങ്ങൾ സ്പൈസി ഇച്ചിരി കുറച്ച് പിള്ളേർക്കും കഴിക്കേണ്ടത് കാരണം സ്പൈസി കുറച്ചാണ് ഉപയോഗിക്കാറുള്ളത്. അത് കാരണം ഞാൻ ഒരു 4 പച്ചമുളക് മാത്രമേ എടുത്തിട്ടുള്ളൂ. കുറച്ച് പച്ചമുളക് ഇട്ടതെന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. ഈവൻ 10 പച്ചമുളക് വരെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അതാണ് ഇതിനൊരു ടേസ്റ്റ് തരുന്നത്. കാര്യം മസാലാസ് കുറച്ച് നമ്മൾ ആഡ് ചെയ്യാറുണ്ട്, എങ്കിലും ഒത്തിരി എക്സ്ട്രീം ലെവലിൽ നമ്മൾ ഇടുന്നില്ല. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് റോ ആയിട്ടുള്ള കുറച്ച് സ്പൈസസും കൂടി ആഡ് ചെയ്യാം. അതിനകത്ത് പട്ട, ഗ്രാമ്പൂ, തക്കോലം, ഏലക്ക, പിന്നെ വേണമെങ്കിൽ റോ ആയിട്ടുള്ള കുറച്ച് പെപ്പറും ആഡ് ചെയ്യാവുന്നതാണ്. ഇതിനകത്തോട്ട് ഒരു ബൈറ്റ് കിട്ടും അതിന് വേണ്ടിയായിട്ട്. ഇതെല്ലാം നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 1-2 തക്കാളി നമുക്ക് ചെറുതായിട്ടിടാവുന്നതാണ്. ഇത് ഈ റെസിപ്പി തന്നെ നമുക്ക് വേണമെങ്കിൽ ബീഫ് കറിക്കും ഫോളോ ചെയ്യാവുന്നതാണ്. ബീഫ് കറിക്ക് ആകുമ്പോഴത്തേക്കും ഈ റോ സ്പൈസസ് ഇടുന്നതിലും ബെസ്റ്റ് ഡയറക്റ്റായിട്ട് ഗരം മസാല അങ്ങ് ഇടുന്നതാണ്. പക്ഷേ ഇതിന് വേണ്ടി നമ്മൾ റോ സ്പൈസസ് ഇടുന്നുണ്ട്, ഇത് കൂടാതെ ഗരം മസാലയും ആഡ് ചെയ്യുന്നുണ്ട്. അതൊരു സൈഡിൽ. ഏകദേശം നമ്മുടെ തക്കാളിയും കൂടി ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും, ബേസിക്കലി തക്കാളിയും കൂടി ഇട്ട് കഴിഞ്ഞ് ലോ ഫ്ലെയിം ആക്കിയിട്ടൊന്ന് അടച്ചു വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ തക്കാളി വഴന്ന് കിട്ടുന്നതായിരിക്കും. വൺസ് ഇതായതിനു ശേഷം ഇനി അതിനകത്തോട്ട് ഞാൻ ഒരു 2 സ്പൂണ് മുളക് പൊടി, അതിനുശേഷം കുറച്ച് ഗരം മസാല, ഇതാണ് മെയിനായിട്ട് ഇതിനകത്ത് വരുന്നത്. കുറച്ച് പേര് പെപ്പർ ആഡ് ചെയ്യാറുണ്ട്. പിന്നെ സ്പൈസസ് ഞാൻ പറഞ്ഞു ഓരോരുത്തരുടെ ഇതനുസരിച്ചാണ് നമുക്ക് സ്പൈസസിൻ്റെ അളവ് ക്രമീകരിക്കാവുന്നതാണ്. ഇതൊരു എക്സാക്റ്റ് അളവല്ല, അത് കാരണം ഓരോരുത്തരുടെ ടേസ്റ്റ് ബഡിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. സോ മുമ്പ് ഞാൻ പറഞ്ഞ ഗരം മസാല ആയിരുന്നു, ഇപ്പോൾ ഇടുന്നതാണ് ഗരം മസാല. മുമ്പ് ഇട്ടത് മല്ലിപ്പൊടിയാണ്, സോറി ഫോർ ദാറ്റ്. ഇതിന് ശേഷം തീ നല്ലപോലെ ഒന്ന് കുറച്ച് വയ്ക്കുക, ഇല്ലെങ്കിൽ മസാല എല്ലാം കൂടി അടി പിടിക്കുന്നതായിരിക്കും. ഇതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് സെറ്റായി വന്നതിന് ശേഷം വേണം നമ്മുടെ ഇറച്ചി അതിനകത്തോട്ട് ആഡ് ചെയ്യാനായിട്ട്. വൺസ് ഇപ്പം മസാല എല്ലാം ഒന്ന് മൂത്ത് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിന് ശേഷം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി ബീഫ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബീഫ് ഒരു 1 kg ബീഫ് ഉണ്ടായിരുന്നു. അത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത്, ചെറുതെന്ന് പറഞ്ഞാൽ ഒത്തിരി എക്സ്ട്രീം ചെറുതല്ല, ഒരു മിഡ് ലെവൽ. ഇറച്ചിച്ചോറിന് ഒത്തിരി വലുതുമല്ല ഒത്തിരി ചെറുതുമല്ല, ഒരു മീഡിയം ലെവലിൽ നിൽക്കണം. സോ ആ രീതിയിൽ കട്ട് ചെയ്ത് ആ ബീഫും കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് പിന്നീട് ഈ മസാലയെല്ലാം കൂടി ചേർത്ത് ഒരുമിച്ചൊന്ന് ഇളക്കുകയാണ് ചെയ്യുന്നത്. ഇളക്കിയതിന് ശേഷം പിന്നീട് നമുക്ക് ഈ കുക്കർ അടച്ചു വെച്ചിട്ട് വെയിറ്റ് ചെയ്യാം. എത്ര വിസിലെന്ന് പറയുന്നത് ഡിപ്പെൻഡിങ് അപ്പം എന്ന് വെച്ചാൽ ഓരോ റീജിയനിൽ കിട്ടുന്നതും മീറ്റിൻ്റെ ഇതനുസരിച്ച് അതിൻ്റെ വേവ് മാറിയും കുറഞ്ഞും നിൽക്കും. ചിലപ്പോൾ നാട്ടിലൊക്കെ കിട്ടുന്നതിന് 4-5 വിസിലൊക്കെ അടിച്ചാൽ തന്നെ ഇതായിരിക്കും. ഇതിനൊരു 6 വിസിലടിച്ച് കഴിഞ്ഞാൽ ഓക്കെയാണ്. ഗൾഫിൽ ഇടയ്ക്ക് നമുക്ക് മേടിക്കുമ്പോൾ മീറ്റിന് ചിലപ്പോൾ ഒരു 8 വിസിലൊക്കെ അടിക്കേണ്ടി വരിക. സോ അത് ഓരോ ബീഫിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും എല്ലാം അനുസരിച്ചിരിക്കും. അതിൻ്റെ വേവും കൂടി നോക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 6 വിസിലാണ് അടുപ്പിക്കുന്നത്. കാര്യം ബാക്കി നമുക്ക് കുറച്ചും കൂടി വേവാനുള്ളതാണ്. വെള്ളത്തിലിട്ട് ഒരു ചോറ് വേവുന്നതിൻ്റെ ആ കൂട്ടത്തിൽ ഇറച്ചിയും കൂടി കിടന്ന് വേവുന്നതായിരിക്കും. അപ്പം ഒരു 5-6 വിസിൽ തന്നെ ധാരാളം ആയിരിക്കും. കാര്യം എപ്പോഴും മീറ്റ് സോഫ്റ്റ് ആയിട്ടിരുന്നാലേ നമുക്ക് കഴിക്കുമ്പോൾ നല്ലൊരു ഇത് കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ ഒരു ടഫ്നെസ് ആയിരിക്കും. അപ്പം ഒരു ഹെവിനെസ് വയറ്റിൽ തോന്നാനും ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക. ഞാൻ ഇതിനകത്ത് പുതിനയും മല്ലിയൊന്നും ഇട്ടിട്ടില്ല. കാര്യം റൈസിൻ്റെ പ്രിപ്പറേഷൻ ടൈമിൽ അതെല്ലാം കൂടി ആഡ് ചെയ്യാമെന്ന് വെച്ചാണ്. റൈസിനപ്പം നല്ലൊരു ഫ്ലേവർ കിട്ടും. കാര്യം ഇതിൻ്റെ സ്റ്റോക്ക് വാട്ടർ തന്നെയാണ് നമ്മൾ റൈസിൻ്റെ പ്രിപ്പറേഷനും യൂസ് ചെയ്യുന്നത്. അങ്ങനെ മിക്സിങ്ങും എല്ലാം കഴിഞ്ഞു. ഇനി നേരെ നമ്മൾ കുക്കർ അടച്ചു വെച്ചിട്ട്
വെയിറ്റ് ചെയ്യുക. വൺസ് വിസിൽ ഒരു 4-5 അടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തുറക്കരുത്, പെട്ടെന്ന് തന്നെ ആവിയിലിരുന്ന് കുറച്ചും കൂടി അത് വേവുന്നതായിരിക്കും. വൺസ് അതെല്ലാം ഒന്നായി കഴിയുമ്പോഴത്തേക്കും പയ്യെ നമുക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. മീൻവയൽ നമ്മൾ അടുത്ത സെറ്റ് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ റൈസിൻ്റെ പരിപാടിയാണ്. റൈസ് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ബസ്മതി അരിയാണ്. ഞാൻ കൈമ റൈസിന് നോക്കിയപ്പോഴത്തേക്കും കൈമ റൈസ് ഇല്ല. പിന്നെ ഉള്ളത് കൊണ്ട് ഓണം പോലെ ബസ്മതി റൈസ് എടുത്തു, അത് വെച്ച് ചെയ്യാമെന്ന് വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് മല്ലു സിങ്ങിനെ പോലെ സാറ് വേഷമൊക്കെ കെട്ടിയിരിപ്പുണ്ട്. ഇന്ന് ഒരു കൊണ്ട കെട്ടി കൊടുത്തതിന് അവൻ്റെ മമ്മയുടെ പരിപാടിയാണ് അതൊക്കെ. ഇത് റീസെൻ്റ്ലി ഞങ്ങൾ മേടിച്ചൊരു പോട്ടാണ്, എന്ന് വെച്ചാൽ ഞങ്ങളുടെ പുറത്തോട്ട് വെക്കാനായിട്ട്. ഇനിയിപ്പോൾ വിൻ്റർ സീസൺ ആയത് കാരണം കൂടുതൽ ഫ്ലവേഴ്സൊന്നും നമുക്ക് പുറത്ത് വെക്കാൻ പറ്റത്തില്ല. ഞാൻ അരി ഒരു അരമണിക്കൂർ കുതിർക്കാൻ വെച്ചിരുന്നു. കുതിർക്കാൻ വെക്കുമ്പോൾ ഉള്ള ഇതെന്ന് പറഞ്ഞാൽ അതിൻ്റെ വേവ് ഇതാവും, അരി കുറച്ചും കൂടി വലുതായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഒരു സൈഡിൽ നമ്മുടെ ബീഫ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ബെറ്റർ കൈമ റൈസാണ് ഇറച്ചിച്ചോറിന് ഏറ്റവും നല്ലത്. കൈമ റൈസുമായിട്ട് വയ്ക്കുമ്പോഴത്തേക്ക് ഇച്ചിരി കൂടി നല്ല സ്വാദായിരിക്കും. പിന്നെ ഇപ്പോൾ അതില്ലാത്തത് കാരണം ബസ്മതി ആയാലും ഒരു പ്രശ്നമൊന്നുമില്ല. പിന്നീട് എന്താണെന്ന് പറഞ്ഞാൽ ഈ കുക്കറിൽ നിന്ന് മീറ്റ് മാത്രം മാറ്റിയതിന് ശേഷം ഇതിൻ്റെ സ്റ്റോക്ക്, അതായത് ഗ്രേവി എത്ര വരുന്നുണ്ടെന്നാണ് നമ്മളൊരു കപ്പിൽ അളർന്ന് മാറ്റണം. കാര്യം നമ്മളിപ്പോൾ 2 ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നതെങ്കിൽ അതിനൊരു 3 ഗ്ലാസ് വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. അപ്പം സ്റ്റോക്ക് ഇപ്പോൾ ഒരു ഗ്ലാസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വേറെ ഒരു 2 ഗ്ലാസ് വെള്ളം മാത്രം മതിയാവും ഇതിന്. അത് കുതിർത്ത് വെച്ചിട്ടില്ലെങ്കിൽ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം തന്നെ വേണം. പിന്നീട് ആ വെള്ളത്തിലോട്ട് തന്നെ മല്ലിയില പുതിനയില കുറച്ചിട്ടു. പിന്നീട് നമ്മുടെ ബീഫ് ഉണ്ടാക്കി വെച്ചേക്കുന്ന അതും കൂടി എടുത്തിട്ടു. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സ്റ്റോക്കിൻ്റെ അളവ് അറിയാനാണ്. ഇല്ലെങ്കിൽ എന്താണെന്ന് പറഞ്ഞാൽ അരിയെല്ലാം കൂടി കുഴയാൻ ചാൻസ് ഉണ്ട് വെള്ളത്തിൻ്റെ ലെവൽ കൂടി കഴിഞ്ഞാൽ. വൺസ് അതെല്ലാം ഒന്ന് തിളച്ച് വരുന്ന സമയമാകുമ്പോഴത്തേക്കും നമ്മുടെ അരിയും കൂടി ഇതിനകത്തോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. സോ അരി ഇടുന്നതിന് മുമ്പ് തന്നെ ഉപ്പൊന്ന് നോക്കണം. നമ്മൾ ഓൾറെഡി ബീഫ് ചെയ്ത സമയത്ത് കുറച്ച് ഉപ്പിട്ടായിരുന്നു, പക്ഷേ വെള്ളം കൂടി ഒഴിക്കുമ്പോൾ അത് ന്യൂട്രലാവും. അങ്ങനെ നമ്മൾ കുറച്ചും കൂടി നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് ആ സ്റ്റോക്കിൻ്റെ ഉപ്പ് നോക്കുക. ഉപ്പ് ഓക്കെ ആവുന്ന സമയത്ത് വേണം റൈസ് നമ്മൾ ഇടാനായിട്ട്. വൺസ് റൈസ് ഇട്ടതിന് ശേഷം മൊത്തത്തിൽ നമ്മളൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ജസ്റ്റ് അടച്ചു വെച്ചിട്ട് അത് സാവധാനം വെന്തോളും. പിന്നീട് അന്ന് തിളച്ച് വരുന്ന സമയത്ത് തന്നെ ഒരു നാരങ്ങയും കൂടി പിഴിഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഈ ചോറ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടാതിരുന്നോളും. അപ്പോൾ എടുക്കുന്ന സമയത്ത് നല്ലൊരു ഇതായിരിക്കും, അല്ലെങ്കിൽ ഒരു കുഴഞ്ഞ പരുവമായിരിക്കും. ഇതിപ്പം കറക്റ്റ് വെള്ളമാണ്, കറക്റ്റ് ക്വാണ്ടിറ്റി എല്ലാം സെറ്റാണ്. അങ്ങനെ ഏകദേശം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സംഭവം വെള്ളമൊക്കെ വറ്റി സംഭവം സെറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ചെയ്യാൻ എളുപ്പമുള്ള ഒരു പരിപാടിയാണ്. ബിരിയാണിയും ഇതുമെല്ലാം ഏകദേശം ഒരേപോലെ തന്നെ നിൽക്കും. എങ്കിലും സംഭവം ഇത് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. എങ്കിലും ഇടയ്ക്കൊന്ന് നമ്മൾ ഇളക്കി കൊടുക്കുക. കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വെള്ളത്തിൻ്റെ ഇതറിയാനായിട്ട്. എന്നിട്ട് നമ്മളത് നോക്കുക. ഇൻഡക്ഷനിലൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഒരു ലെവൽ കഴിയുമ്പോഴത്തേക്കും ഓഫ് ചെയ്ത് വെച്ച് ആ ചൂടിലിരുന്നങ്ങ് വെന്തോളും. അല്ലാത്തവരാണെങ്കിൽ സ്വല്പവും കൂടി ഒരു 2-3 മിനിറ്റും കൂടി വെച്ചതിന് ശേഷം ഇതങ്ങ് ക്ലോസ് ചെയ്യാവുന്നതാണ്. നോർമലി ഇതൊരു റൈത്ത ഇല്ലെങ്കിൽ ചമ്മന്തി എന്തെങ്കിലും അതിൻ്റെ കൂടെയൊക്കെ അച്ചാർ ഇതൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. സോ അങ്ങനെ ഇന്നത്തെ ഇറച്ചിച്ചോറിൻ്റെ വിശേഷം കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ ഒത്തിരി മസാല ചേർക്കാത്തതുകൊണ്ടാണ് ഒരു ചെറിയ വൈറ്റ് കളറിൽ റൈസ് ഇരിക്കുന്നത്. പക്ഷേ നല്ല ഫ്ലേവറാണ് സംഭവം. ഞാൻ പറഞ്ഞല്ലോ ബേസിക്കലി അത്രയും എരി ആവശ്യമില്ലാത്തത് കാരണമാണ് നമ്മൾ കൂടുതൽ എരി പ്രിഫർ ചെയ്യാതിരുന്നത്. എങ്കിലും പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും എല്ലാം ചെറിയ ഫ്ലേവർ അതിനകത്തുണ്ട്. പിന്നെ ഓരോരുത്തരുടെ മുളക് പൊടി കൂടുതൽ ആഡ് ചെയ്താൽ റൈസിന് റെഡ് കളർ വരും. ഇതിപ്പോൾ ഒരു ചെറിയ യെല്ലോയിഷ് കളറിലാണ് നമ്മൾ നിൽക്കുന്നത്. ഓക്കെ, സോ ഇങ്ങനെയുള്ള പുതിയ പുതിയ റെസിപ്പികളുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഇതിൻ്റെ മുറകിൽ കുറച്ച് ഗീയും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഓക്കെ, അതിപ്പോഴാണ് ഓർമ്മ വന്നത്. ഓക്കെ, അന്നെ മീനൂട്ടി എന്നെ നോക്കി എല്ലാം നോക്കുന്നുണ്ട്. ഓക്കെ, ബൈ.